മകരം രാശിക്കാർക്ക് സാമ്പത്തികമായി അല്പം പരിശ്രമം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് കാണുന്നത്. രണ്ടാം ഭാവപതി ശനി പരിശ്രമത്തിന്റെ സ്ഥാനമായ 3-ൽ നിൽക്കുന്നു. കാരകൻ ഗുരു ഉച്ചത്തിൽ ശുഭയോഗത്തിൽ നിൽക്കുന്നത് സാമ്പത്തികമായി കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കും. കർമ്മമേഖലയിൽ മകരം രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കൂടുതൽ ആയിരിക്കും. കർമാധിപതി 7-ൽ ഗുരുവിനോടൊത്ത് നിൽക്കുന്നതിനാൽ കർമ്മമേഖലയിൽ പുഷ്ടിയും വികാസവും ഉണ്ടാകും. ഫാർമസി, നഴ്സിംഗ്, ചൈൽഡ് കെയർ, ആർട്ട്, ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ മേഖലകളിൽ ഉള്ളവർക്ക് വളരെ ഗുണമുള്ള മാസമാണ് 2026 ജൂലൈ. ആരോഗ്യപരമായി മകരം രാശിക്കാർ പൊതുവെ ഈ മാസം ഭാഗ്യവാന്മാരാണ് എന്ന് പറയാം. എങ്കിലും 6-ൽ സൂര്യൻ നിൽക്കുന്നത് ശരീരത്തിൽ അഗ്നിയുടെ ദോഷത്തെ ഉണ്ടാക്കാൻ ഇടയുണ്ട്. അതിനാൽ ദഹന വ്യവസ്ഥ വൃത്തിയായി സൂക്ഷിക്കുവാനുതകുന്ന ചിട്ടയായ ഭക്ഷണക്രമം, വ്യായാമം എന്നിവ ശീലിക്കണം. ബിസിനസ്സുകാരായ മകരം രാശിക്കാർക്ക് ഏറ്റവും ഗുണപ്രദമായ മാസമാണ് ജൂലൈ. ഫുഡ്, ഫാം, റെസ്റ്റോറൻറ്റ്, കാറ്ററിംഗ്, ഡയറി ഇൻഡസ്ട്രി, ഫിഷ് ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ ബിസിനസ് ആരംഭിക്കുന്നതും നിലവിലുള്ള ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ മെച്ചപ്പെടുത്തുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ്. തീർച്ചയായും അനുകൂലമായ അവസരത്തെ നിങ്ങൾ ഇത്തരത്തിലുള്ള മേഖലയിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും പ്രയോജനപ്പെടുത്തുക. വിദ്യാഭ്യാസ വിഷയത്തിൽ മകരക്കൂറുകാർക്ക് സാമാന്യം നല്ല മാസമാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ആർക്കിടെക്ചർ, ഫിസിക്കൽ ട്രെയിനിങ് തുടങ്ങിയവയിൽ അഭിരുചിയുള്ള മകരക്കൂറുകാർക്ക് ജാതകത്തിൽ അനുകൂല സമയമാണ് എങ്കിൽ ഇത്തരം വിഷയങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ്. സ്വദേശമായാലും വിദേശമായാലും വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് ഈ വിഷയത്തിൽ മകരക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. ഇത്രയുമാണ് മകരം രാശിയെക്കുറിച്ച് 2026 ജൂലൈ മാസത്തെ ഫലങ്ങളായിട്ട് പറയുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് വീഡിയോയുടെ അടിയിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നല്ല ഒരു ജൂലൈ മാസം ആശംസിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം.